ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നീരാളിക്കൈകൾ യൂറോപ്യൻ യൂണിയനിലേക്കും. യൂറോപ്യൻ യൂണിയനും മെക്സിക്കോയ്ക്കും ഓഗസ്റ്റ് 1 മുതൽ 30% താരിഫ് നിരക്ക് ഈടാക്കുമെന്ന് ട്രംപ്. അഹമ്മദാബാദ് ദുരന്തം ഒരു അട്ടിമറിയാണോ അതോ സാങ്കേതിക തകരാറാണോ? വിവാദം കൊഴുക്കുന്നു. അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്ന് എയർ ഇന്ത്യ, ബോയിങ് കമ്പനികൾ. ന്യൂ കാലിഡോണിയയെ ഒരു പുതിയ സംസ്ഥാനമായി പ്രഖ്യാപിച്ച് ഫ്രാൻസ്. ഡ്രൈവ് വേ ഇല്ലെങ്കിലും ഇലക്ട്രിക് കാറുകളുടെ ഉടമകൾക്ക് അവരുടെ കാറുകൾ വീട്ടിൽ നിന്നും ചാർജ് ചെയ്യാൻ സാധിക്കുന്ന സർക്കാർ പദ്ധതി വരുന്നു. ഹൂതികൾ ആക്രമണം തുടരുന്ന ചെങ്കടലിൽ ഇടപെടാൻ യുഎസിനോട് ആവശ്യപ്പെട്ട് ഇസ്രയേൽ. മറ്റു രാജ്യങ്ങളും ഹൂതികൾക്കെതിരായ ആക്രമണത്തിൽ പങ്കാളികളാകണമെന്നും ഇസ്രയേൽ. GCC രാജ്യങ്ങളുമായി സൗദിയുടെ എണ്ണ ഇതര വ്യാപാരത്തിൽ 203.2% വാർഷിക വളർച്ച. റിയാദിൽ $70 മില്യൺ റെക്കോർഡ് സമ്മാന തുകയോടെ 2025 ഇ സ്പോർട്സ് വേൾഡ് കപ്പിന് തുടക്കം കുറിച്ചു. CPM ആക്രമണത്തിൽ കാലുകൾ നഷ്ടപ്പെട്ട BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി സദാനന്ദൻ രാജ്യസഭയിൽ. സി സദാനന്ദനെ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്തതോടെ കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കി. വാർത്തകൾ വിശദമായി. ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നീരാളിക്കൈകൾ യൂറോപ്യൻ യൂണിയനിലേക്കും. യൂറോപ്യൻ യൂണിയൻ കമ്മീഷന്റെ പ്രതീക്ഷകളും ശ്രമങ്ങളും അസ്ഥാനത്താക്കിക്കൊണ്ട് യൂറോപ്യൻ യൂണിയനിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ഓഗസ്റ്റ് 1 മുതൽ 30% US താരിഫ് നിരക്ക് ഈടാക്കുമെന്ന് ട്രംപ് ശനിയാഴ്ച തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ പ്രഖ്യാപിച്ചു. യൂറോപ്യൻ കമ്മീഷനും US വ്യാപാര പ്രതിനിധി ജാമിൻസൺ ഗ്രരും ഇരുപക്ഷത്തിനും സ്വീകാര്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു കരാർ തയ്യാറാക്കാൻ മാസങ്ങൾ നീണ്ട ശ്രമങ്ങൾ തുടരുന്നതിനിടെ ഈ താരിഫ് ആക്രമണം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ ഞെട്ടിച്ചു. ഇത് ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന താരിഫിന്റെ 5 ഇരട്ടിയാണ്. ഈ നീക്കത്തെ യൂറോപ്യൻ യൂണിയൻ വേദന എന്ന് വിശേഷിപ്പിച്ചു. അതിനിടെ മുൻകൂട്ടി നിശ്ചയിച്ച ഉച്ചകോടിക്കായി യൂറോപ്യൻ യൂണിയൻ വ്യാപാര മന്ത്രിമാർ തിങ്കളാഴ്ച യോഗം ചേരും. പ്രതികാര നടപടികൾ താമസം പാടില്ലെന്ന ആവശ്യം ചില രാജ്യങ്ങൾ മുന്നോട്ട് വച്ചേക്കും. മെക്സിക്കോയ്ക്കും ട്രംപ് ഇതേ താരിഫ് ചുമത്തിയിരുന്നുവെങ്കിലും രേഖകളില്ലാത്ത കുടിയേറ്റക്കാരുടെയും ഫെന്റനൈലിന്റെയും ഒഴുക്ക് തടയുന്നതിൽ രാജ്യം സഹായകരമായിരുന്നുവെന്നും മെക്സിക്കോക്ക് സർക്കാരിനുള്ള കത്തിൽ ട്രംപ് സമ്മതിച്ചു. അഹമ്മദാബാദ് ദുരന്തം ഒരു അട്ടിമറിയാണോ അതോ സാങ്കേതിക തകരാറാണോ? വിവാദം കൊഴുക്കുകയാണെന്നും വിമാനത്തിന്റെ ഇന്ധന നിയന്ത്രണ സ്വിച്ച് ഓഫ് ആക്കാനുള്ള 3 കാരണങ്ങൾ സംബന്ധിച്ചാണ് ഇപ്പോൾ വ്യോമയാന മേഖലയിൽ ചർച്ചകൾ നടക്കുന്നത്. അഹമ്മദാബാദിലെ വിമാന ദുരന്തം ഒരു അട്ടിമറിയാണോ അതോ സാങ്കേതിക തകരാറാണോ? വിവാദം കൊഴുക്കുകയാണ്. വിമാനത്തിന്റെ ഇന്ധന നിയന്ത്രണ സ്വിച്ച് കട്ട് ഓഫ് ആകാനുള്ള 3 കാരണങ്ങൾ. അതേ ചൊല്ലിയാണ് ഇപ്പോൾ ലോകമെമ്പാടുമുള്ള വ്യോമയാന മേഖലയിലെ വിദഗ്ധർ, പൊതുജനം ഒക്കെ ചർച്ചകൾ തുടരുന്നത്. പൈലറ്റുമാരുടെ പിഴവല്ല അപകടത്തിന് കാരണം, എന്നാൽ സാങ്കേതിക തകരാറാണ് എന്ന വാദം ഉന്നയിച്ചുകൊണ്ട് പൈലറ്റുമാരുടെ ഫെഡറേഷൻ വരെ ഇപ്പോൾ രംഗത്തെത്തി കഴിഞ്ഞു. അങ്ങനെ വിവാദം കൊഴുക്കുകയാണ്. എന്തായാലും ഒന്നുകിൽ അട്ടിമറി, അല്ലെങ്കിൽ ഒരു ആത്മഹത്യാ ശ്രമം, അതുമല്ലെങ്കിൽ സാങ്കേതിക തകരാർ. ഈ 3-ൽ ഒന്നാകണം 260 പേരുടെ മരണത്തിനിടയാക്കിയ അന്നത്തെ അഹമ്മദാബാദിലെ എയർ ഇന്ത്യ ലണ്ടൻ വിമാന അപകടത്തിന് പിന്നിലുണ്ടായ കാരണം. വിശദമായി പറയാം ഈ 3 കാരണങ്ങൾ. ജൂൺ 12 അഹമ്മദാബാദിൽ നടന്ന എയർക്രാഫ്റ്റ് അപകടത്തിൽ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ പുറത്തുവിട്ട പ്രാഥമിക റിപ്പോർട്ട്, ആ റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് വിമാന ദുരന്തം ഉണ്ടായത് സ്വിച്ചുകൾ കട്ട് ഓഫ് ആയതുകൊണ്ടാണെന്നും ഇന്ധന പ്രവാഹം നിലച്ചതാണെന്ന വിവരം പുറത്തു വരുന്നത്. ടേക്ക് ഓഫിന് ശേഷം വെറും 32 സെക്കൻഡുകൾ മാത്രമേ എടുത്തുള്ളൂ ആ വിമാനം നിലത്തേക്ക് കൂപ്പുകുത്താൻ. വിമാനത്തിന്റെ 2 എഞ്ചിനുകളിലേക്കുമുള്ള ഇന്ധന വിതരണം പൊടുന്നനെ നിന്നുവെന്നാണ് ആ പ്രാഥമിക റിപ്പോർട്ടിൽ വിലയിരുത്തിയിരിക്കുന്നത്. വിമാനത്തിന്റെ ഇന്ധന വിതരണം നിയന്ത്രിക്കുന്ന കോക്പിറ്റിൽ പൈലറ്റുമാർ ഇരിക്കുന്ന ആ സ്ഥലത്തുള്ള സ്വിച്ചുകൾ റൺ എന്ന മോഡിൽ നിന്നും കട്ട് ഓഫ് എന്ന മോഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് കൈതട്ടിയാൽ മറന്നതല്ലെന്ന് പൈലറ്റുമാരുടെ ഫെഡറേഷൻ വ്യക്തമാക്കുന്നുണ്ട്. സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് ഈ റണ്ണിൽ നിന്നും കട്ട് ഓഫിലേക്ക് മാറിയതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സ്വിച്ചുകൾക്ക് പെട്ടെന്നുള്ള ഇത്തരം കൈതട്ടിയാലുണ്ടാകുന്ന ചലനങ്ങൾ തടയാനുള്ള ഓട്ടോമാറ്റിക് സംവിധാനങ്ങളുമുണ്ട്. വിമാനത്തിന്റെ തകർച്ചയുടെ പ്രധാന കാരണമായ ഈ സ്വിച്ച് മാറ്റത്തിന് പിന്നിൽ എന്താണെന്നാണ് ഇപ്പോഴത്തെ ചോദ്യം. സാങ്കേതിക പ്രശ്നങ്ങളോ മനുഷ്യന്റെ പിഴവുകളോ? പക്ഷേ അപകടത്തിന് വലിയ സാധ്യതകൾ ഇപ്പോഴും അവ്യക്തം. റിപ്പോർട്ടിൽ എന്തുമാകാൻ വരുന്നത്? പക്ഷേ വ്യോമയാന മേഖലയിലെ വിദഗ്ധർ അവർ വന്നെത്തിയിരിക്കുന്ന 2-3 കാരണങ്ങളുണ്ട്. പ്രധാനമായും 3 സാധ്യതകളാണ് അവർ ഉന്നയിക്കുന്നത്. ഒന്ന്, മനുഷ്യന്റെ പിഴവ്, ഹ്യൂമൻ എറർ. അന്വേഷകർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നതും ഈ മനുഷ്യന്റെ ഭാഗത്തു നിന്നുള്ള പിഴവ് തന്നെയാണ്, പൈലറ്റിന്റെ ഭാഗത്തു നിന്നുള്ള പിഴവ്. 2 പൈലറ്റുമാരാണ്, മെയിൻ പൈലറ്റും കോ പൈലറ്റും. ടേക്ക് ഓഫിന്റെ നിർണായക ഘട്ടത്തിൽ വിമാനത്തിന്റെ ക്യാപ്റ്റനായ സുമിത് സബർവാളോ
ഫസ്റ്റ് ഓഫീസർ ക്ലൈവ് കുന്തറോ അറിയാതെ ഈ സ്വിച്ചുകൾ കട്ട് ഓഫ് മോഡിലേക്ക് മാറ്റിയതാകാം. പക്ഷേ 8000 കിലോമീറ്റർ ബോയിങ് വിമാനം പറത്തി പരിചയമുള്ള ആളാണ് സുമിത് സബർവാൾ. 1000 കിലോമീറ്ററിലധികം ബോയിങ് വിമാനം പറത്തിയിട്ടുണ്ട് ക്ലൈവ് കുന്തർ. ഈ രണ്ടുപേരും അറിയാതെ ഇത്തരമൊരു ജീവൻ മരണ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് അറിയേണ്ടതുണ്ട്. കോക്പിറ്റ് വോയിസ് റെക്കോർഡറിലെ സംഭാഷണത്തിൽ ഒരു പൈലറ്റ് മറ്റൊരാളുടെ ഇന്ധനം കട്ട് ഓഫ് ചെയ്ത് എന്തിനാണെന്ന് ചോദിക്കുന്നുണ്ട്. താനത് ചെയ്തിട്ടില്ലെന്ന് അടുത്ത പൈലറ്റ് മറുപടി പറയുന്നുണ്ട്. പക്ഷേ അവരുടെ സംസാരം ശ്രദ്ധിച്ചാൽ അത് ഏത് പൈലറ്റാണ്, സുമിത് അഗർവാൾ ആണോ ക്ലൈവ് കുന്തറാണോ ഈ ചോദ്യം ഉന്നയിച്ചതെന്നും മറുപടി ആരാണ് നൽകിയതെന്നും വ്യക്തമായി അറിയാം. പക്ഷെ റിപ്പോർട്ടിൽ അത് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ആശയക്കുഴപ്പം സൂചിപ്പിക്കുന്നത് റിപ്പോർട്ട് പറയുന്ന പ്രകാരം ഒരാൾ ചെയ്ത ആ പ്രവൃത്തി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരാൾ അറിഞ്ഞിട്ടില്ല. കൂടാതെ സ്വിച്ചുകൾ റൺ മോഡിലേക്ക് മാറ്റാൻ അതിവേഗം ശ്രമം നടന്നു. അപ്പോഴേക്കും ഒരു എഞ്ചിൻ, 2 എഞ്ചിനും ഓഫായി, ഒരു എഞ്ചിൻ N1 എഞ്ചിനെങ്കിലും ഓൺ ചെയ്യാനുള്ള ശ്രമമാണ് അവിടെ നടന്നത്. പക്ഷേ ഇതിനെല്ലാം ഉണ്ടായിരുന്നത് വെറും 32 സെക്കൻഡ്. അഹമ്മദാബാദ് വിമാന ദുരന്തം സംബന്ധിച്ച് സുപ്രധാന കണ്ടെത്തലുകൾ അടങ്ങിയ പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പ്രതികരിച്ച് എയർ ഇന്ത്യയും ബോയിങ് കമ്പനിയും. തുടർന്നും അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നും എയർ ഇന്ത്യ ബോയിങ് കമ്പനികൾ വ്യക്തമാക്കി. അന്വേഷണം നടക്കുന്നതിനാൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിടാനാകില്ല എന്നും എയർ ഇന്ത്യ പ്രസ്താവനയിൽ പറഞ്ഞു. ദുരന്തത്തിൽപ്പെട്ടവർക്കും അവരുടെ കുടുംബങ്ങൾക്കും ഒപ്പമാണ് എയർ ഇന്ത്യ. ഈ ദുഷ്കരമായ സമയത്ത് അവർക്ക് എല്ലാ പിന്തുണയും നൽകാൻ എയർ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ പ്രാഥമിക റിപ്പോർട്ട് ലഭിച്ചു. അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കും. അന്വേഷണം തുടരുന്നതിനാൽ ഇപ്പോൾ ലഭിച്ച വിവരങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയാൻ കഴിയില്ല എന്നും എയർ ഇന്ത്യ പ്രസ്താവനയിൽ വ്യക്തമാക്കി. അന്വേഷണവുമായി തുടർന്നും സഹകരിക്കുമെന്നും ബോയിങ് കമ്പനി പ്രസിഡന്റും സിഇഒയുമായ കെല്ലി ഓർഡർ പ്രതികരിച്ചു. ന്യൂ കാലിഡോണിയയെ ഒരു പുതിയ സംസ്ഥാനമായി പ്രഖ്യാപിച്ച് ഫ്രാൻസ്. ഇത് സംബന്ധിച്ച് ഒരു ചരിത്രപരമായ കരാറിൽ ഫ്രാൻസും ന്യൂ കാലിഡോണിയയും ഒപ്പുവെച്ചു. കഴിഞ്ഞ വർഷം വിഘടനവാദ ആക്രമണം രൂക്ഷമായിരുന്ന ഈ പ്രദേശം ഫ്രാൻസ് റിപ്പബ്ലിക്കിനുള്ളിൽ ഒരു സംസ്ഥാനമായി തുടരും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ചരിത്രപരമായ കരാറിനെ പ്രശംസിച്ചു. കഴിഞ്ഞ വർഷം ഈ പ്രദേശത്ത് അക്രമത്തിൽ 14 പേരുടെ ജീവൻ അപഹരിച്ചു. ഇത് പ്രദേശത്ത് 2 ബില്യൺ യൂറോ നഷ്ടം ഉണ്ടാക്കിയതായും കണക്കാക്കപ്പെടുന്നു. ഏകദേശം 2,70,000 ആളുകൾ താമസിക്കുന്നതും പാരീസിൽ നിന്ന് ഏകദേശം 17,000 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്നതുമായ ന്യൂ കാലിഡോണിയയെ ഫ്രാൻസിന്റെ അവിഭാജ്യ ഘടകമായി തുടരുന്ന നിരവധി വിദേശ പ്രദേശങ്ങളിൽ ഒന്നാണിത്. ഡ്രൈവ് വേ ഇല്ലെങ്കിലും ഇലക്ട്രിക് കാറുകളുടെ ഉടമകൾക്ക് അവരുടെ കാറുകൾ വീട്ടിൽ നിന്ന് ചാർജ് ചെയ്യാൻ സാധിക്കുന്ന സർക്കാർ പദ്ധതി വരുന്നു. വീടുകളെ കെർബിസൈഡുമായി ബന്ധിപ്പിക്കുന്ന നടപ്പാത ഗല്ലികൾ സ്ഥാപിക്കാൻ ഇംഗ്ലണ്ടിലെ തദ്ദേശ കൗൺസിലുകളെ പദ്ധതി പ്രോത്സാഹിപ്പിക്കും. പൊതു ചാർജിംഗ് സംവിധാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്ന തെരുവിന് പുറത്ത് പാർക്കിംഗ് സ്ഥലമില്ലാത്ത 9.3 ദശലക്ഷം വീടുകൾക്ക് ചാർജിംഗ് പദ്ധതി ആശ്വാസകരമാകും. പുതിയ സർക്കാർ പദ്ധതി നടപ്പാതകളിലൂടെ കേബിളുകൾ സ്ഥാപിക്കുന്നത് അവസാനിപ്പിക്കും. ക്രോസ് പേവ്മെന്റ് ചാർജിങ്ങിനായി 25 മില്യൺ പൗണ്ട് നീക്കിവെക്കുമെന്നും ഗതാഗത വകുപ്പ് അറിയിച്ചു. മോട്ടോർവേകളിലും എയർ റോഡുകളിലും പൊതു ചാർജറുകൾ പരസ്യപ്പെടുത്തുന്നതിനുള്ള അടയാളങ്ങളും സർക്കാർ അനുവദിക്കും. കൂടാതെ ഇലക്ട്രിക് വാഹനങ്ങൾ സ്വീകരിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നടപടികളുടെ ഒരു പാക്കേജിന്റെ ഭാഗമായി ആംബുലൻസുകൾ ഉൾപ്പെടെ NHS-നായി 1200 ചാർജിംഗ് പോയിന്റുകൾ സർക്കാർ സ്ഥാപിക്കും. ഹൂതികൾ ആക്രമണം തുടരുന്ന ചെങ്കടലിൽ ഇടപെടാൻ US-നോട് ആവശ്യപ്പെട്ട് ഇസ്രായേലിലേക്ക് വരികയായിരുന്ന 2 വാണിജ്യ കപ്പലുകൾ ഹൂതികൾ തകർത്തതിന് പിന്നാലെയാണ് ഇസ്രായേലിന്റെ പശ്ചിമേഷ്യയിലെ അടുത്ത നീക്കം വരുന്നത്. തന്ത്രപ്രധാനമായ ചെങ്കടലിലൂടെയുള്ള ചരക്ക് ഗതാഗതം ഹൂതികൾ തടസ്സപ്പെടുത്തിയതായും ചെങ്കടലിന്റെ പൂർണ്ണ നിയന്ത്രണം ഹൂതികൾ ഏറ്റെടുത്തതായും അതുകൊണ്ട് മറ്റു രാജ്യങ്ങളും ഹൂതികൾക്കെതിരായ ആക്രമണത്തിൽ പങ്കാളികളാകണമെന്നും ഇസ്രായേൽ ആവശ്യപ്പെട്ടു. ചെങ്കടലിലെ ഹൂതികളെ കൊണ്ട് സഹിയിട്ടിരിക്കുന്നത് ഇപ്പോൾ ഇസ്രായേൽ മാത്രമല്ല, അമേരിക്കയും ജർമ്മനിയും ഓസ്ട്രേലിയയും ഒക്കെ അടങ്ങുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ കൂടിയാണ്. ഹൂതികൾ ആക്രമണം തുടരുന്ന ചെങ്കടലിൽ അങ്ങനെ ഇടപെടാൻ ഇപ്പോൾ US-ഓട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേൽ. മറ്റൊരു വഴിയുമില്ല. ഇസ്രായേലിലേക്ക് വരികയായിരുന്ന 2 വാണിജ്യ കപ്പലുകൾ കഴിഞ്ഞ ആഴ്ച ചെങ്കടലിൽ വെച്ച് ഹൂതികൾ സ്ഫോടന വസ്തു ഉപയോഗിച്ച് തകർത്തതിന് പിന്നാലെയാണ് അമേരിക്കയോട് അടിയന്തരമായി ഇടപെടണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ പശ്ചിമേഷ്യയിലേക്ക് ഇസ്രായേലിന്റെ അടുത്ത നീക്കം വരുന്നു. തന്ത്രപ്രധാനമായ ചെങ്കടലിലേക്കുള്ള ചരക്ക് ഗതാഗതം ഹൂതികൾ ഏറ്റെടുത്തതായി ചെങ്കടലിന്റെ പൂർണ്ണ നിയന്ത്രണം ഇപ്പോൾ അവരുടെ കയ്യിലാണെന്നും അതുകൊണ്ട് മറ്റു രാജ്യങ്ങളും ഹൂതികൾക്കെതിരായ ആക്രമണത്തിൽ അമേരിക്കയ്ക്കൊപ്പം സഖ്യം ചേരണമെന്നാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ആവശ്യം. എയർ സ്ട്രൈക്ക് മാത്രമേ അമേരിക്ക ഈ ഹൂതികൾക്കെതിരായ നടപടി ഒതുക്കരുതെന്നും ഇസ്രായേൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. യമനിലെ ഹൂതികൾക്കെതിരെ യമൻ രാജ്യത്ത് നിന്ന് അവിടെ കരയുദ്ധമടക്കം ആക്രമണം നടത്തണമെന്നാണ് ഇപ്പോൾ അമേരിക്കൻ സൈന്യത്തോടും ട്രംപിനോടുമൊക്കെ ഇസ്രായേൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്.
ബോംബർ വിമാനങ്ങളും മിസൈലുകളും ഒക്കെ ഉപയോഗിക്കണമെന്നും ഇസ്രായേൽ അമേരിക്കയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. US ആകട്ടെ ആഴ്ചകൾക്ക് മുമ്പ് ഇറാൻ തങ്ങളുടെ ഖത്തറിലെ വ്യോമത്താവളം മിസൈലിട്ട് ഭാഗികമായി നശിപ്പിച്ചതിന്റെ അരിച്ച് തീർന്നിട്ടില്ല US-ന്. തിരിച്ചടിക്കാൻ ഒരുങ്ങിയെങ്കിലും അന്ന് ഇറാൻ വെടിനിർത്തലിന് വഴങ്ങിയതോടെ അമേരിക്കയും ഒന്ന് മിണ്ടാതെ നിൽക്കുകയായിരുന്നു. എങ്കിലും ഇറാനിട്ടൊന്ന് കൊടുക്കേണ്ടത് അത്യാവശ്യമാണെന്നും ഇറാന്റെ മുഖ്യ പങ്കാളിയായ ഹൂതികൾക്കെതിരെയെങ്കിലും മറുപടി നൽകണമെന്നാണ് ഇപ്പോൾ പെന്റഗണിലെ അഭിപ്രായം.